ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പേപ്പർ 2 മാതൃകാ ചോദ്യപേപ്പർ അവലോകനം. അവതരിപ്പിക്കുന്നത് എറണാകുളം ഇടപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ മഹേഷ് ജി. 10ാം ക്ലാസ്സിൽ പുതിയ രീതിയിലുള്ള ചോദ്യ മാതൃകയെ അടിസ്ഥാനമാക്കി ഏതാനും മാതൃകാ ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം 1 മാർക്കിൻ്റെ MCQ വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങൾ. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്നും ശരിയായ കാലാവസ്ഥാ മേഖല തിരിച്ചറിഞ്ഞ് ചേരുംപടി ചേർക്കുക. സ്തൂപിതാഗ്ര വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മേഖല. വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അങ്ങനെ 4 കാലാവസ്ഥാ മേഖലകളിൽ നിന്ന് ഓരോ സവിശേഷതകൾ വീതം ഇവിടെ തന്നിരിക്കുന്നു. തുടർന്ന് ABCD എന്ന പേരിൽ 4 കാലാവസ്ഥാ മേഖലകൾ തന്നിരിക്കുന്നു. ടണ്ട്ര, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗ, മൺസൂൺ കാലാവസ്ഥാ മേഖല. ഇവിടെ കുട്ടി ചെയ്യേണ്ടത് ആദ്യം തന്നിട്ടുള്ള 4 സവിശേഷതകൾ ഏതെല്ലാം കാലാവസ്ഥാ മേഖലയ്ക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തി അതിൽ നിന്ന് കൃത്യമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. ഇവിടെ തന്നിരിക്കുന്ന മാതൃക പരിചയപ്പെടുത്താം. A 1C 2A 3D 4B ഇത്തരത്തിലുള്ള 4 ഓപ്ഷനിൽ നിന്ന് കുട്ടി ശരിക്കുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. ഇനി രണ്ടാമത്തെ MCQ മാതൃക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. അവയിൽ സാമ്പത്തിക ലക്ഷ്യം കണ്ടെത്തുക. ഇത് ഏറെക്കുറെ നേരിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കൂ. താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, C ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, D കാലാവസ്ഥാ വ്യതിയാനം. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനായ A ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തൊരു MCQ നോക്കൂ. കൊറിയോലിസ് പ്രഭാവത്തെ അടിസ്ഥാനമാക്കി ചുവടെ ചേർത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇവിടെ 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ട് വ്യതിചലിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റുകളായി വീശുന്നു. മൂന്നാമത്തെ പ്രസ്താവന, വാണിജ്യവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി വീശുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കൂ. 1ഉം 2ഉം ശരി, 3ഉം തെറ്റ്, 1ഉം 2ഉം തെറ്റ്, 3 ശരി, എല്ലാം ശരി, എല്ലാം തെറ്റ്. ഇത്തരത്തിലായിരിക്കും ഓപ്ഷൻസ് നിങ്ങൾക്ക് തരിക. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് A ആണ്. 1ഉം 2ഉം ശരി, മൂന്നാമത്തേത് തെറ്റാണ്. നാലാമത്തെ മാതൃക നോക്കൂ. രാജസ്ഥാനിലും ഗുജറാത്തിലും കാറ്റ്, സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ ഏറെ സാധ്യതകളാണുള്ളത്. എന്നാൽ അവ നാമമാത്രമായേ ഊർജോൽപാദനത്തിനായി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. ഇത് ഏത് തരം പ്രകൃതി വിഭവത്തിന് ഉദാഹരണമാണ്? A സാധ്യതയുള്ള വിഭവം, B വികസിത വിഭവം, C ദേശീയ വിഭവം, D സാമൂഹ്യ വിഭവം. ഇതിനകത്ത് ഉത്തരം A ആണ്, സാധ്യതയുള്ള വിഭവം. അപ്പോൾ ഇത്തരത്തിൽ 4 തരത്തിൽ വരുവാൻ സാധ്യതയുള്ള MCQ മാതൃകയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അതായത് ഭൂമിശാസ്ത്രത്തിൽ നിന്ന്, സാമൂഹ്യശാസ്ത്രം 2ൽ നിന്ന് പരമാവധി ലഭിക്കുക 4 MCQ മാത്രമാണ്. അടുത്തത് 2ഓ അതിലധികമോ വാചകങ്ങളിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ്. ഓരോന്നിനും 2 സ്കോർ വീതം. നോക്കൂ. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥയുടെ പ്രത്യേകതകളിലൊന്ന്. മിതോഷ്ണ പുൽമേടുകളുടെ മറ്റു കാലാവസ്ഥാ സവിശേഷതകൾ പ്രതിപാദിക്കുക.
ഇവിടെ 2-3 വാക്യങ്ങളിലാണ് ഉത്തരം എഴുതേണ്ടത്. വാല്യൂ പോയിൻറ്റ്സ് ശ്രദ്ധിക്കൂ. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ഇവിടെ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. ഇത്തരത്തിൽ 2 പോയിൻ്റുകളെങ്കിലും എഴുതുക 2 സ്കോർ ലഭിക്കുവാനായിട്ട്. അടുത്ത മാതൃക. ഒരു ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാലെന്ത്? പ്രഭവ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തിൻ്റെ പേര് എന്താണ്? ആൻസർ കീ നോക്കൂ. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നു. പ്രഭവ കേന്ദ്രത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ആർട്ടിക് വൃത്തത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏത്? ഈ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം ടണ്ട്ര എന്നാണ്. വർഷം മുഴുവനും അതിശൈത്യം അനുഭവപ്പെടുന്നു. വൃക്ഷങ്ങൾ പൊതുവെ കാണപ്പെടുന്നില്ല. ചെറു കുറ്റിച്ചെടികളും പായലുകളും ലൈക്കണുകളും കാണപ്പെടുന്നു. ഇത്തരത്തിൽ 2 പോയിൻ്റെങ്കിലും എഴുതണം 2 സ്കോർ ലഭിക്കുവാനായിട്ട്. ഇനി അടുത്ത ചോദ്യ മാതൃക 3 അതിലധികമോ വാക്യങ്ങളിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് 2-ൽ നിന്ന് 3, 4, 2 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് വരുന്നത് ഈ 3 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു പാരമ്പര്യേതര ഊർജ വിഭവമായ ഹൈഡ്രജൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ഇവിടെ ഈ 3 സ്കോറിൻ്റെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ താഴെ തന്നിരിക്കുന്ന വിഭവങ്ങളെ വ്യക്തിഗത വിഭവങ്ങൾ, സാമൂഹ്യ വിഭവങ്ങൾ, ദേശീയ വിഭവങ്ങൾ, അന്തർദേശീയ വിഭവങ്ങൾ എന്നിങ്ങനെ ക്രമപ്പെടുത്തുക. ഉദാഹരണങ്ങൾ ചോദ്യപേപ്പർ തന്നിട്ടുണ്ടാകും. പുരയിടം, പൊതുകളിസ്ഥലം, ഉദ്യാനം തുടങ്ങിയവ. അപ്പോൾ സാമൂഹ്യശാസ്ത്രം 2-ൽ ഈ 3 സ്കോറിൻ്റെ ചോദ്യത്തിന് ഓപ്ഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 3 വാല്യൂ പോയിൻറ്റ്സാണ് എഴുതേണ്ടത്. ഉദാഹരണം, പാരമ്പര്യേതര ഊർജമായി ഹൈഡ്രജനെ ഉപയോഗപ്പെടുത്തുന്നു. ശുദ്ധമായൊരു ഇന്ധനമായതിനാൽ ഇത് കത്തുമ്പോഴോ ഇന്ധന സെല്ല് ഉപയോഗിക്കുമ്പോഴോ ജലബാഷ്പം മാത്രമേ പുറത്തുവിടുന്നുള്ളൂ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള മാലിന്യങ്ങൾ ഇവ പുറന്തള്ളുന്നില്ല. ഇത്തരത്തിൽ 3 പോയിൻറ്റിന് 3 സ്കോർ. അടുത്ത ചോദ്യം. നിക്ഷേപങ്ങളും വായ്പ നൽകലും വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 3 സ്കോറിൻ്റെ ചോദ്യം. വാല്യൂ പോയിൻറ്റ്സ് പരിശോധിക്കൂ. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വയ്ക്കുകയും ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകുകയും ചെയ്യുന്നു. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകളാണ് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുള്ളത്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ വരുമാനം. ഇത്തരത്തിൽ 3 ആശയങ്ങൾ വരുന്ന രീതിയിൽ ഉത്തരം എഴുതിയാൽ 3 സ്കോർ ലഭിക്കുന്നതാണ്. മറ്റൊരു 3 മാർക്ക് ചോദ്യം നോക്കൂ. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം ബാങ്ക് ഇടപാടുകളിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കി. പ്രസ്താവന വിലയിരുത്തുക. ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. മൊബൈൽ ഫോണിൻ്റെ വരവ്, ഓൺലൈൻ ബാങ്കിങ് തുടങ്ങിയ ബാങ്കിങ് സേവന മേഖലകളിലെ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം, നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിങ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തെമ്പാടും ലഭിക്കുന്ന അവസ്ഥ, UPI ഇടപാട്, ATMൻ്റെ വരവ്, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 4 സ്കോറിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു സാമ്പത്തിക വളർച്ചാ സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പോരായ്മകൾ കണ്ടെത്തി എഴുതുക. ഇവിടെ 4 പോയിൻ്റുകൾ എഴുതിയാൽ കുട്ടിക്ക് 4 സ്കോർ ലഭിക്കും. ഇത് ഒരു ശരാശരി വരുമാനം മാത്രമാണ്. സമ്പത്തിൻ്റെ വിതരണവും അസമത്വവും സംബന്ധിച്ച വിവരങ്ങൾ പ്രതിശീർഷ വരുമാനത്തിൽ പ്രതിഫലിക്കുന്നില്ല.
പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ ആശ്രയിച്ച് കണക്കാക്കുന്നതിനാൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പരിമിതികൾ പ്രതിശീർഷ വരുമാനത്തെയും ബാധിക്കുന്നു. ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പരിധിയിൽപ്പെടുന്നില്ല. ഇപ്രകാരം ആശയവ്യക്തത കിട്ടുന്ന രീതിയിൽ പൂർണ്ണവാക്യങ്ങളായി എഴുതുവാൻ ശ്രദ്ധിക്കണം. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ഭൂവിവരങ്ങൾ തിരിച്ചറിഞ്ഞ് നൽകിയിട്ടുള്ള ലോക ഭൂപടരേഖയിൽ അടയാളപ്പെടുത്തുക. ഇത്തരത്തിൽ മാപ്പിൽ മാർക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ലോക ഭൂപടത്തിൻ്റെ രൂപരേഖ തരും, അതിനകത്ത് 4 കാര്യങ്ങൾ തരും. ചോദ്യപേപ്പറിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ട സ്ഥലത്തിൻ്റെ കാലാവസ്ഥ മേഖലയാകാം, മരുഭൂമിയാകാം, പുൽമേടുകളാകാം, അതുമായി ബന്ധപ്പെട്ട സൂചനയായിരിക്കും തരുന്നത്. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ അതേതാണെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഉദാഹരണം, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി അത് താർ മരുഭൂമിയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖല അത് ടൈഗയാണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും വരാവുന്ന ഒരു ചോദ്യമാണ് ഭൂപടത്തിൻ്റേത്. അടുത്ത മാതൃക നോക്കൂ. ഭൂകമ്പങ്ങൾ ദ്രുതചലനങ്ങളും ഫലകചലനങ്ങൾ മന്ദചലനങ്ങളുമാണ്. ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ വിശദമാക്കുക. ഇതിന് ഓപ്ഷൻ ഉണ്ടാകും. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഓപ്ഷനുള്ള ചോദ്യമാണിത്. അന്തർജന്യ ചലനങ്ങളും ബാഹ്യജന്യ ചലനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇവയ്ക്ക് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാക്കുക. ഇത് 6ാമത്തെ പാഠമായ മാറുന്ന ഭൂമിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മറ്റൊരു മാതൃക, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നതിന് എത്രത്തോളം പര്യാപ്തമാണെന്ന് വിമർശനാത്മകമായി വിലയിരുത്തുക. അല്ലെങ്കിൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. നിലവിലുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവന വിലയിരുത്തുക. ഇപ്രകാരം വിലയിരുത്തുവാൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളുണ്ടാകാം. ഇവിടെ ഈ 2 ചോദ്യങ്ങളും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ മാതൃകാ ചോദ്യം 5 സ്കോറിൻ്റെ ചോദ്യം. ഇത് വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യമാണ്. ഒരു മാതൃക നോക്കൂ. ഉരുൾപൊട്ടൽ ഏത് തരം ബാഹ്യജന്യ പ്രക്രിയയാണ്? കേരളത്തിൻ്റെ പല മലയോര പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണ് എന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉരുൾപൊട്ടലിൻ്റെ ആഘാത തീവ്രത കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും? ഇത് 5 മാർക്കിൻ്റെ ചോദ്യം വിശദീകരിച്ച് എഴുതേണ്ടതാണ്. മാറുന്ന ഭൂമി എന്ന പാഠഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻ ശ്രദ്ധിക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന വസ്തുത പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയിൽ ഉയരം കൂടുന്തോറും താപനില ക്രമേണ കുറയുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ്? ഈ പ്രതിഭാസം സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയുടെ പേര് എന്താണ്? സമുദ്രനിരപ്പിൽ 30 ഡിഗ്രി താപനില അനുഭവപ്പെടുന്നുവെങ്കിൽ 2 കിലോമീറ്റർ മുകളിലെത്തുമ്പോഴുള്ള അന്തരീക്ഷ താപനില എത്ര? ഊട്ടി, മൂന്നാർ എന്നീ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ചോദ്യങ്ങൾ നന്നായി വായിച്ച് അത് മനസ്സിലാക്കി ഭംഗിയായി ഉത്തരമെഴുതാൻ കൂട്ടുകാർക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പേപ്പർ 2 മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എറണാകുളം ഇടപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ മഹേഷ് ജി. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.